പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായ മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വസതിയിലെത്തി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടിയേക്കും. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, പുലർച്ചെ 4 മണിക്കാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ആരോഗ്യമന്ത്രി നാട്ടിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ വീട്ടിലെത്തിയെന്ന വിവരം വരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഈ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എങ്ങനെ സ്വീകരിച്ചു? രേണുക, രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തുടർന്ന് പത്തനംതിട്ടയിലെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പരിയാരത്തു നിന്ന് CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. അതിൽ ഗുരുതരമായ പരിക്കുകൾ കണ്ടെത്തിയിരുന്നില്ല. എങ്കിലും ഇവിടെ തിരുവനന്തപുരം മൾട്ടി സ്പെഷ്യൽ ബ്ലോക്കിൽ അവിടെ ന്യൂറോ വിഭാഗത്തിലൊക്കെ മന്ത്രിക്ക് ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരെല്ലാം അതിന് സജ്ജമാണ്. പക്ഷേ മന്ത്രി എത്തുന്ന കാര്യം ഇതുവരെ ഡോക്ടർമാരെ അറിയിച്ചിട്ടില്ല. മന്ത്രി എത്തുമോ എന്നതും വ്യക്തമല്ല. പുലർച്ചെ സ്വകാര്യ വാഹനത്തിലായിരുന്നു മന്ത്രി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടത്. അത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയത് ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താകണം. ഇനിയും മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അത്തരത്തിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. മന്ത്രിക്കെതിരെ തുടർന്നും യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സുരക്ഷയും മന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ടയിലെ വസതിയിൽ എത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നതാണ് അറിയുന്നത്. പക്ഷേ എപ്പോഴാണ് എന്ന കാര്യം അറിവായിട്ടില്ല. എന്തായാലും ഇവിടെയും തുടർ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ് എന്ന കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.